ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലൂഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. നമസ്കാരം, എൻ്റെ പേര് പ്രതീക്ഷ രാജേന്ദ്രൻ. ഞാൻ ഭാരതിയമ്മയുടെ അടുക്കൽ വന്നിട്ട് 3 വർഷത്തോളമായി. അമ്മയുടെ അനുഗ്രഹമൊക്കെ കിട്ടിപ്പോകാൻ തുടങ്ങിയിട്ട് ഇപ്പം 3 വർഷം ഞാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം എനിക്കിവിടെ വരുന്നതിനെ പറ്റി ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇവിടെ ഞാൻ വരുമ്പോൾ ആദ്യം കാണുന്നത് കുറച്ച് ബെഞ്ചും ഡെസ്കും ഒക്കെ അടുക്കിയിട്ട് ഭാരതിയമ്മ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു ശിവപാർവതി ഭഗവാന്മാരുടെ ഒരു ഫോട്ടോ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അത്രയൊക്കെ തന്നെയാണ്. ശരിക്കും ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ജ്യോത്സ്യനോ അല്ലെങ്കിൽ മന്ത്രവാദം പോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇവിടെ. അതായത് ഈ ഹോമകുണ്ടം, ഭസ്മമെറിയൽ, അങ്ങനെ കുറേ എന്താ പറയുക നീട്ടിയുള്ള വിളി, അങ്ങനത്തെ ഒന്നുമില്ല ഇവിടെ. ഇവിടെ വരുന്നു നമ്മുടെ ആദ്യം വരുന്ന ഒരാൾക്ക് ഇവിടെ, അതായത് പ്രത്യേകിച്ച് ഞാൻ വന്നപ്പോൾ ഇവിടെ എനിക്ക് എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടായിരുന്നത്, ഞാൻ എന്തൊക്കെ കർമ്മഫലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി എനിക്ക് 3 പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. അത് സാവധാനം മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, അതായത് എല്ലാവർക്കും ഉള്ള അനുഭവം തന്നെയാണ് എനിക്ക്. അതായത് ഒരുപക്ഷെ എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ ഭാരതിയമ്മയുടെ അടുക്കൽ വന്ന് ഒരുപക്ഷെ അല്ല, തീർച്ചയായിട്ടും എനിക്കിവിടെ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ അനുഗ്രഹം മേടിച്ച് ഇത്രയും വർഷം ഇവിടെ ഈ ചെറുപ്രായത്തിൽ തന്നെ എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. കാരണം ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ലേശം പാടായിട്ടുള്ള കാര്യമാണ്. അമ്മ പറയുന്നതൊക്കെ അനുസരിക്കണം. ദൈവികമായിട്ട് അമ്മയുടെ ഉള്ളിൽ നിന്നും ഭഗവാൻ പറയുന്നു. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഭഗവാൻ എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യുക. അത് ഈ നമ്മുടെ പാരലല്ല, നമ്മുടെ യൂണിവേഴ്സ് എന്താണോ ഇപ്പോൾ കാണിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളനുസരിച്ചിട്ട് മനുഷ്യന്മാരുടെ ചെയ്തികൾ അക്കോർഡിംഗ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഭാരതീയമ്മ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അതനുസരിച്ചിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫലം തന്നെ കിട്ടും. പിന്നെ അതുമാത്രമല്ല, അമ്മ നമ്മുടെ അടുത്ത് ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം അനുസരണം വേണം എന്നുള്ളതാണ്. അപ്പം സെക്കൻഡായിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഗുളികയോ അല്ലെങ്കിൽ അലോപ്പത്തി വാട്ടെവർ മെഡിസിൻസ് ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ രക്ഷിക്കും. ഭഗവാനാണല്ലോ അസുഖം കൊണ്ടുവരുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ അത് എടുക്കാൻ അറിയാം എന്നതാണ് ഇവിടെ ഉള്ളത്. അപ്പം അസുഖം വരുന്നത് മനുഷ്യന് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഞാൻ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വളരെ വീക്കായിരുന്നു എന്നതിൻ്റെ പേരിൽ പനിയും ജലദോഷവും വന്നിട്ട് ആശുപത്രികൾ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരുന്നവരാണ്. എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു അഡ്മിഷൻ, അത് കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് ഇവിടെ എന്താ പറയുക ചികിത്സ കൊള്ളത്തിലാൻ വേണ്ടിയിട്ട് അടുത്തൊരു ആശുപത്രിയിൽ. പനി തന്നെയാണ് എൻ്റെ മെയിൻ അസുഖം. ഇപ്പം ഇങ്ങനെ ആശുപത്രി മാറി 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 പറ്റുന്ന എല്ലാതരം മെഡിസിൻസും ആൻറ്റിബയോട്ടിക്സും ഒക്കെ പരീക്ഷിച്ച് കരഞ്ഞ് നിന്ന ഒരു നാളിലാണ്. ചൈൽഡ്ഹുഡ് മുതൽ എനിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആക്ച്വലി ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം അസുഖങ്ങളുടെ ഒരു ഇൻറ്റൻസിറ്റി ഇത്തിരി കൂടുതലാണ്. അപ്പം അത് ഞാനിപ്പം അങ്ങനെ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് എൻ്റെ അസുഖം മാറാതെയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്തിട്ട് എന്താ പറയുക മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ അല്ലേ വരത്തുള്ളൂ എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്ന എല്ലാവരോടും അമ്മ പറയുന്നത് അത് തന്നെയാണ്. അപ്പം എല്ലാവരെയും പോലെ ഞാനും ഇത് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ
എൻ്റെ ഇതിലെ ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ കാര്യമാണ്. അതായത് അമ്മ പ്രശ്നം തൈറോയിഡിനും മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരത്തി എന്താ പറയുക, ഒരു ദിവസം ഉച്ചയ്ക്കോ രാത്രിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി, ഒത്തിരി വർഷമായില്ലേ. അപ്പോൾ ഇങ്ങനെ കഴിച്ച് ഇപ്പോൾ ഒരു ദിവസം കഴിക്കാതിരുന്നാൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് നല്ല അസ്വസ്ഥതയായിരിക്കും. ഇപ്പം എന്താ പറയുക, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് വന്നിരിക്കും. അപ്പം അമ്മയുടെ അടുത്തത് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ഞെട്ടിയത്. അപ്പോൾ അമ്മയ്ക്ക് ഒരിക്കലും അത് എന്താ പറയുക ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയല്ലായിരുന്നു അമ്മയുടേത്. അപ്പോൾ ഭാരതി അമ്മ ചോദിച്ചതാണ്, എന്നാലും ഒരു ദിവസം മരിക്കും. അപ്പോൾ അത് എന്താ പറയുക, ആഴത്ത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടില്ലല്ലോ നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരിക്കും എന്നുള്ളത്. അപ്പോൾ ഭഗവാനെ വിശ്വസിക്കുക എന്ന ഒരു ഇത് മാത്രമേ ഭാരതമ്മയോടെ പറഞ്ഞിട്ടുള്ളൂ. അത് എൻ്റെ അമ്മ ചെയ്തു. 3 വർഷമായി എൻ്റെ അമ്മയും ഞാനും എൻ്റെ വീട്ടിൽ ആരായാലും മരുന്ന് കൈകൊണ്ട് തൊട്ടിട്ട്. എനിക്ക് അസ്വസ്ഥതകളൊക്കെ വരും, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താ പറയുക, അത് എന്താ പറയുക ചെറുതായി പോകുന്നുണ്ട്. അതായത് ഈസ്റ്റായിട്ട്, അതായത് പെട്ടെന്ന് തന്നെ ലൈഫിൽ നിന്ന് പോകുന്നുണ്ട്. ഒന്നും അങ്ങനെ തങ്ങി നിൽക്കുകയോ അങ്ങനത്തെ ഒന്നുമില്ല. എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിലും ഞാൻ വിളിക്കും. ഇവിടെ എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ഫോൺ വിളിക്കണം. ഞാൻ വിളിക്കും, എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അതനുസരിച്ചിട്ട് വിളിക്കും. പ്രത്യേക ടൈമൊന്നുമില്ല, വിളിക്കും, സംസാരിക്കും. അമ്മ പവർ തരും, അമ്മ കുറച്ച് മന്ത്രം പറയും, പവർ എത്തിയെന്ന് പറയും. അതനുസരിച്ചിട്ട് ഞാൻ ഇരിക്കും. ഇനി എന്തെങ്കിലും ചെറിയ ദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി നല്ല പല ചാൻസുകളും വന്നിട്ടുണ്ട്. എന്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, നോട്ട് ജസ്റ്റ് അബൌട്ട് ദ കരിയർ, എല്ലാ തരത്തിലും എനിക്ക് ഒത്തിരി ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ അതായത് അമ്മ പറയുന്നതനുസരിച്ചാണ് പോവേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇപ്പം നല്ലൊരു ഓഫർ വന്നു, അമ്മ പോട്ടേന്ന് ചോദിക്കുമ്പോൾ അമ്മ ദൈവം പറയുന്നുണ്ട് പോണം പോണ്ട, അത് ഏതായാലും പറയും. ഇപ്പോൾ പോണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആരെ പോലെ ആയാലും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്താ അയ്യോ നല്ലൊരു ഓഫർ ആയിരുന്നല്ലോ, അത് കിട്ടാതെ പോയില്ലേ, അമ്മ വേണ്ടാന്ന് അതെന്തുകൊണ്ടായിരിക്കും പറഞ്ഞതെന്നൊക്കെ തുടക്കത്തിൽ, ഇപ്പോഴൊന്നും അല്ല, ഇപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ അതിൻ്റെ ശരിക്കുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ആ അവസരം കഴിയണം. ആ അവസരത്തിൻ്റെ സമയം എന്താ, ഇപ്പോൾ ഒരു ദിവസം നിശ്ചയിച്ചു, ആ അവസരം നടക്കേണ്ടിയിരുന്ന ദിവസം ഇന്ന ദിവസമാണ്. ആ ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയോ കുറച്ച് സമയമോ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒന്നെങ്കിൽ അതൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ വഴി തടയുന്ന അല്ലെങ്കിൽ ഒരു അപകടം ആയിട്ടുള്ള ഒരു ചാൻസ് ആയിരുന്നു വന്നതെന്ന് വളരെ പതിയെ എനിക്ക് മനസ്സിലാവും. മാത്രമല്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനിവിടെ ചോദിച്ചിട്ടാണ് ചെയ്യാറ്. എന്തുണ്ടെങ്കിലും നിസ്സാര കാര്യം വരെ ഞാനിവിടെ വന്ന് ചോദിക്കും, ഫോൺ വിളിക്കും, അമ്മ പറയുന്നതനുസരിച്ചിട്ട് മൂവ് ചെയ്യും. അതിലൂടെ എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ഇപ്പം എന്തെങ്കിലും യാത്ര പോകാനോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കരിയർ ബേസ്ഡ് ആയിട്ടോ അക്കാഡമിക്സ് ബേസ്ഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ അടുത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് ചോദിക്കും. അമ്മ പോകണ്ടെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല. പിന്നെ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അമ്മ നല്ലോണം ദേഷ്യപ്പെടും. അമ്മ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഒത്തിരി, അതായത് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ട് ഉണ്ട്, അങ്ങനെയും എനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുകയോ, അതിനെയാണ് അനുസരണക്കേടെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് മാത്രമല്ല, ഇവിടെ വന്നതിന് ശേഷം ഞാൻ പോസിറ്റീവായെന്ന് പറയാം. ഞാൻ ആക്ച്വലി എന്ത് കാര്യത്തിലും നല്ലൊരു പോസിറ്റീവ് കാര്യം എൻ്റെ മുന്നേ കൊണ്ടുവച്ചിരുന്നാലും ഞാൻ അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ 3 വർഷം മുന്നേ ലൈഫിൽ എന്ത് നല്ല കാര്യം വന്നാലും അയ്യോ അത് അങ്ങനെ ആവത്തുള്ളൂ ഇങ്ങനെ ആവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴ്ന്നു കളയോ ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എല്ലാം ഗ്രാജുവലി നടക്കത്തുള്ളൂ, ഒന്നും ഇൻസ്റ്റൻ്റായിട്ട് ഇവിടെ നിന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ആരും വരണമെന്ന് അമ്മ നിർബന്ധിക്കാറുമില്ല, ഞാൻ പറയുന്നുമില്ല. പിടിച്ചു നിൽക്കാൻ ശക്തിയുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർ ഇവിടെ വരിക, അമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തും ചോദിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്തിലേയും ഒരു അപകടം ദൂരെ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് മണത്തറിയാൻ പറ്റും. അതുകൊണ്ട് അതെന്താ പറയുക, അമ്മ പറയുന്നതിലൂടെ എൻ്റെ ഉള്ളിൽ തന്നെ ദൈവം വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം എക്സ്പീരിയൻസ് ഇസ് എ ബെസ്റ്റ് ടീച്ചർ, അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠം. പക്ഷേ എല്ലാ എക്സ്പീരിയൻസസും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്താ പറയുക നല്ല രീതിക്കൊന്നും പോകത്തൊന്നുമില്ല. കാരണം മോശവും നല്ലതുമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ എല്ലാവർക്കും വരുന്നതാണ്. അപ്പം എൻ്റെ എക്സ്പീരിയൻസസ് പലതും, ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാതെ തന്നെ അത് ദൂരെ നിന്ന് നോക്കി കണ്ട് എനിക്ക് ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു എന്താ പറയുക വലിയ തോതിലുള്ള ട്രോമാസ് ഒന്നും വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത് ഞാൻ നല്ല രീതിക്ക് തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ അങ്ങനെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസസ് ദൂരെ നിന്ന് നോക്കിക്കണ്ട് എന്താണ് ഞാനങ്ങനെ അതിലൂടെ പോയിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ജീവിതം എങ്ങനെ ആകുമായിരുന്നു എന്നെനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം
വളരെ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അമ്മയുടെ ഇവിടെ വന്നതിന് ശേഷം. ഒത്തിരി പോസിറ്റീവായി, ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ, നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ആൻഡ് അതിൽ വേണ്ടപ്പെട്ടതെല്ലാം ഞാൻ സെലക്ട് ചെയ്തു, അതൊക്കെ നല്ല രീതിക്ക് പോയിട്ടുള്ളൂ. സിമ്പിൾ കാര്യങ്ങൾ പോലും പിന്നെ എന്താ പറയുക, ഒത്തിരി സന്തോഷവും സമാധാനവും ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ അടുത്ത്. പിന്നെ ഞാനിവിടെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട്. അച്ഛനും അമ്മയും കൂടെ ആയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇവിടെ വരാറുണ്ട്. വന്ന് അമ്മ പറയുന്ന കാര്യങ്ങൾക്ക്, നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയും. അമ്മ അതിനുള്ള പരിഹാരം പറയും. ഇവിടെ പരിഹാരം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇവിടെ പൈസ കൊണ്ട് കൊടുക്കുകയോ അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ ആരും ആരുടെ അടുത്തും പൈസയൊന്നും ചോദിക്കത്തില്ല. എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിലെയോ അല്ലെങ്കിൽ നമ്മൾ വന്ന വഴിക്കുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഒരു ഭഗവാന് ഒരു പിച്ചിപ്പൂവോ ഭസ്മമോ അല്ലെങ്കിൽ ഒരു 10 രൂപയുടെ പട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് ഏത് ദൈവമാണോ പറയുക, ആ ഭഗവാൻ പറയുന്നതനുസരിച്ചിട്ട് അമ്മ പറയും, നമ്മളത് ചെയ്തു കൊടുക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അതിപ്പം ആദ്യമേ ചെയ്തിട്ട് തന്നെ നമുക്ക് ബലം കിട്ടണമെന്നില്ല. എന്ത് അസ്വസ്ഥത ഉണ്ടായാലും എന്തുണ്ടായാലും അമ്മ പറയും ഇത് ഇങ്ങനെ കൊടുക്കണം, അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നാൽ മതി. അപ്പം തന്നെ നമ്മുടെ അസ്വസ്ഥതയ്ക്ക് ഒരു ശമനം ഉണ്ടാവും. അത് പ്രൂവണം. എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ വിളിക്കും, പറയും അമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതാണ്, അപ്പോൾ ഭഗവാൻ ഇങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. അപ്പം ഞാൻ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ അടുത്ത് പറയും, ഭഗവാനെ ഇങ്ങനെ ഭാരതീയരുടെ ചരിത്രം കുറിക്കുന്ന ഭഗവാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആ പറഞ്ഞത് ഞാൻ ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തായാലും അതിലൊരു ആശ്വാസം അപ്പം തന്നെ കിട്ടും. പിന്നെ എന്താ പറയുക, ഈ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്ത് ദുരനുഭവങ്ങൾ വരാനാണെങ്കിൽ അത് മുൻകൂട്ടി കാണാനോ അല്ലെങ്കിൽ ചെറിയൊരു ഇത് വരുമ്പോൾ തന്നെ ഇവിടെ പറയുമ്പോൾ തന്നെ ഇതാണ് വരുന്ന ആ പ്രശ്നം എന്നിവിടെ പറഞ്ഞു തരും. കൃത്യമായിട്ട് അതിനുള്ള പരിഹാരം അമ്മ പറയും. ഞാനത് അതുപോലെ ചെയ്യും. അമ്മയുടെ ഉള്ളിൽ നിന്നും ഭഗവാൻ തീർച്ചയായിട്ടും വിളിച്ച് പറയുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഭഗവാൻ എൻ്റെ എന്താ പറയുക കണ്ണിലൂടെ പലതവണ പോയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ അമ്മയുടെ അനുഗ്രഹം കാരണം. അതിപ്പം ഭഗവാൻ എന്ന് പറയുന്ന ഒരു രൂപത്തിനെ കണ്ടിട്ടുണ്ടോ എന്നല്ല, പല എക്സ്പീരിയൻസസിലൂടെ, അതായത് ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെ നിസ്സാരമായിട്ടുള്ള ഒരു കാറ്റിലുമുണ്ട് ഭഗവാൻ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഭാരതീയമിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പം ഇവിടെ അനുസരിച്ച് അമ്മയെ അനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെ സംഭവിക്കും. നല്ല കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പക്ഷേ പിടിച്ച് നിൽക്കാനുള്ള ഒരു ഇതുണ്ടാവണം. നമ്മൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുന്നതിലാണ് എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ കട്ടിയാണ് എപ്പോഴും നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം. ഇവിടെ വന്നിട്ട് എല്ലാം ഓക്കെയാണ്, നമ്മൾ പറയുന്ന പോലെ എല്ലാം ചെയ്തോളാം എന്ന് ഏറ്റതിന് ശേഷം ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ദേഷ്യം വരും, അമ്മ സംസാരിക്കും. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ തെറ്റിലോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നതായിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മൂവ് ചെയ്യാൻ എനിക്ക് പറ്റണം. പിന്നെ എന്താ പറയുക, വീട്ടിൽ അത് മാത്രമല്ല, ഇവിടെ വരുമ്പോൾ ആക്ച്വലി ഞാൻ വീട്ടുകാരൊക്കെ പറഞ്ഞ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ വീട്ടിലെപ്പോഴും ആക്സിഡൻ്റ് ഒക്കെ നടക്കും. അതായത് അച്ഛനും അമ്മയ്ക്കും സ്ഥിരമായിട്ട്, എനിക്കധികം സംഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം, അച്ഛനും അമ്മയും സ്ഥിരമായിട്ട് അമ്മ എന്താ പറയുക വീട് വെച്ചതിന് ശേഷം വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വീണ് പോകും. എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോഴേക്കും വീഴുന്നു, കൈ മുറിയുന്നു, കാല് മുറിയുന്നു, അല്ലെങ്കിൽ ഒടിഞ്ഞും അങ്ങനെയൊക്കെ നിൽക്കുക. ആ ഒരു സാഹചര്യത്തിലാണ് അച്ഛൻ്റെ പരിചയത്തിലുള്ള ഒരാൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിന് വന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ആക്സിഡൻറ്റോ അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ പറയുക, നല്ല രീതിക്ക് തന്നെയാണ്. എൻ്റെ അനുഭവം മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഭവം ഇത് തന്നെയാണ്. നല്ല രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തെറ്റിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ശക്തി എന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അതിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രിക്കോഷ്യസ് മൈൻഡ് എൻ്റെ മനസ്സിൽ ആ ഒരു മൈൻഡ് എനിക്ക് എപ്പോഴും, ആ മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ്. അതിന് മുന്നേ ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവും. തീർച്ചയായിട്ടും ആൾക്കാരെ പോലെ കൺഫ്യൂസ്ഡ് ആവും. അതിലോട്ട് പോണോ വേണ്ടേ ആൻഡ് ബൈ ചാൻസ് ഞാൻ ചാടിയിട്ടുമുണ്ട്, ബൈ ചാൻസ് ഞാൻ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അത് തെറ്റാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യും. അല്ല, എനിക്ക് അമ്മയെ വിളിക്കാൻ പറ്റിയ ഏത് സാഹചര്യത്തിലും ഞാൻ വിളിച്ച് ചോദിക്കും. അതാണ് ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ
ഭയങ്കര പോസിറ്റീവാണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാവും. അത് വന്ന് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ട്രൂ ആണോ എന്ന് നമുക്ക് പെട്ടെന്നൊന്നും അനലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻസ് ആർ ദ ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരാൾ പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു നെഗറ്റീവ് ആവാം, ഒരു പോസിറ്റീവ് ആവാം, പക്ഷെ അതൊന്നും അല്ല. എനിക്ക് എക്സ്പീരിയൻസിലൂടെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളൂ. തുടക്കത്തിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ വിശ്വസിക്കണമെന്നൊന്നുമില്ല. അപ്പം ഇവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ എന്താ പറയുക, ഇറ്റ് ഇസ് പ്രഷ്യസ്, വളരെ അമൂല്യമായിട്ടുള്ള ഒത്തിരി നല്ല അനുഭവങ്ങളാണ് എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിസ്സാരത്തിൽ നിന്ന് നിസ്സാരം കാര്യം മുതൽ വലിയ വലിയ കാര്യം വരെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് മാത്രമല്ല, അസുഖങ്ങളിൽ നിന്ന് മാറുന്നത്, എന്താ പറയുക, വഴുതി വീഴുന്നത് മാത്രമല്ല, എന്താ പറയുക, നല്ല ചാൻസസ് അല്ലെങ്കിൽ നല്ല നല്ല അവസരങ്ങളും അല്ലെങ്കിൽ എക്സ്പീരിയൻസസും ഉണ്ടാവുന്ന കാര്യങ്ങളും മാത്രമല്ല, അതിലുപരി ഒത്തിരി മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തിയും സമാധാനവും എല്ലാം എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 3 വർഷം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ 3 years എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല എക്സ്പീരിയൻസസ് ആണ് എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുമുണ്ട്, പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട്. ഒരിക്കലും പിടിച്ച് നിൽക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്നതേ ഉള്ളൂ. അമ്മയുടെ അടുത്ത് നിന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. അതൊക്കെ വന്ന് കണ്ട് മനസ്സിലാക്കി എങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആദ്യം ഒരു കുറച്ച് ദിവസം വന്ന് എന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാം മനസ്സിലാവണമെന്നൊന്നുമില്ല. പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. അത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസസ്. പിന്നെ അമ്മയുടെ അടുത്ത് വരാൻ പറ്റിയത് ജീവിതത്തിൽ ഞാൻ ചെയ്ത എവിടെന്നോ ചെയ്ത ഒരു പുണ്യമാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എങ്ങൊക്കെയോ എവിടെയൊക്കെയോ ചെന്ന് വഴുതി വീഴാമായിരുന്ന എന്നെ ഭഗവാൻ താങ്ങിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നതാണ് ഞാൻ പറയും. തീർച്ചയായിട്ടും ഞാൻ പറയും, ലൈഫിൽ എന്തൊക്കെ നല്ലതുണ്ടായിട്ടുണ്ടോ ഞാനതും എല്ലാം ഇവിടെ ചോദിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. ആ ചോദിച്ചിട്ട് ചെയ്ത എല്ലാ കാര്യത്തിൽ നിന്നും എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. അമ്മ എന്താ പറയുക, അസുഖത്തിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും അത് മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല. എന്തനുഭവം ഉണ്ടായിട്ടുണ്ടെന്നെങ്കിലും ഞാൻ അത് കാരണമുണ്ടായിട്ടുള്ളൂ. 3 വർഷമായി ഞാൻ ഒരു ആശുപത്രി കയറിയിട്ട് അത് എന്താ പറയുക വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഈ അവസരത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടില്ലായിരുന്നുണ്ട് ഞാൻ ഇന്നും ഒരു ആശുപത്രിയിലായിരിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കാരണം ആശുപത്രി എന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക ഒരു സ്ഥിരം കസ്റ്റമറാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഹോസ്പിറ്റലിൽ. മെഡിക്കൽ കോളേജ് ആയാലും ഞാനിവിടെയുള്ള എല്ലാ ആശുപത്രിയിലും കയറി ഇറങ്ങിയിട്ടുണ്ട് ഓരോ അസുഖങ്ങൾ വന്നിട്ട്. ആൻഡ് ഇപ്പോൾ പരീക്ഷിക്കുന്ന മരുന്ന് ഒരു ഡോസായിരിക്കും, അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഡോസ് കൂട്ടും. അങ്ങനെ പിന്നെ വേറെ ഇങ്ങനെ പരീക്ഷിച്ച് ഇമ്മ്യൂണിറ്റി സിസ്റ്റം വീക്കായിട്ട് എനിക്ക് എന്ത് അസുഖവും ജസ്റ്റ് ഒരാൾ അപ്പുറത്തുനിന്ന് തുമ്മിയാൽ പോലും ഞാൻ നാളെ മുതൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ്, അതായിരുന്നു എൻ്റെ ഒരവസ്ഥ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, സക്സസ് ഒക്കെ പണ്ടും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എന്താ പറയുക നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു നമുക്ക് സക്സസ് അനുഭവിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവണം. അത് കിട്ടി, എനിക്ക് സക്സസ് കിട്ടി, അത്രയും മാത്രമല്ല, അതല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ആ ജേണിയിലും നമുക്ക് സന്തോഷം വേണം. സക്സസ് കിട്ടിയാലും സന്തോഷം വേണം. സക്സസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റിയ നല്ല പാഠം വേണം. ഇവിടെ എന്താണ് എനിക്ക് പാളിച്ച പറ്റിയതെന്ന് അറിയാനുള്ളൊരു വിവരം നമുക്ക് വേണം. ആ വിവരമൊക്കെ എനിക്ക് ആക്ച്വലി ഇല്ലായിരുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അമൂല്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കിവിടെ ഭാരതീയ മിററിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനിയും ഇവിടെ തന്നെ കാണും, തീർച്ചയായിട്ടും കാണും. ഭഗവാൻ പറയുന്നത് അനുസരിച്ചിട്ട് ഞാൻ ഇനിയും ജീവിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഭാരതീയ മിറർ കൊണ്ടുണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞു കഴിയുന്നു. സോ താങ്ക് യു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.